Hi guys, welcome back to another video. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് VLC Media Player ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു വീഡിയോ ഫയലിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് VLC പ്ലെയറിനകത്ത് എങ്ങനെ വീഡിയോസിനെ കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ VLC പ്ലെയർ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് മീഡിയ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ കൺവേർട്ട് ആൻഡ് സേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതിനുശേഷം ഒരു ചെറിയൊരു വിൻഡോ ഓപ്പൺ ആവും. അപ്പോൾ അതിൽ നമുക്ക് ആഡ് ചെയ്യേണ്ട വീഡിയോനെ ആഡ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ വിൻഡോസിൽ തന്നെ ഒരു സാമ്പിൾ വീഡിയോ ഉണ്ട്, അതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് നേരെ കൺവേർട്ട് ആൻഡ് സേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് പോവാം. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം നമ്മുടെ നിലവിലുള്ള വീഡിയോ എന്ന് പറയുന്നത് WMV ഫോർമാറ്റിലാണ്. അപ്പം നമുക്ക് അതിനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് MP3 ആക്കാം, അതുപോലെ ഒരുപാട് ടൈപ്പിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ MP4-ലായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. എന്നിട്ട് അതിനെ സേവ് ചെയ്യേണ്ട ഒരു പാത്ത് നമ്മൾ കാണിച്ചു കൊടുക്കുക. ഒരു ഫോൾഡർ എന്നുള്ള പറഞ്ഞിട്ടൊരു ഫോൾഡറിനകത്താണ് സേവ് ചെയ്യുന്നത്. ഒരു സാമ്പിൾ വീഡിയോ അല്ലെങ്കിൽ സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ സേവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് സേവ് കൊടുത്തതിന് ശേഷം സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ വീഡിയോ കൺവേർട്ടിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് അതിൻ്റെ പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുക. എത്ര ശതമാനമായും മറ്റും നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിതുപോലെ ഏതൊരു വീഡിയോയും നമുക്കിതുപോലെ കൺവേർട്ട് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഫോർമാറ്റിലിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടേതിപ്പോൾ ഫിനിഷ് ആവാറായിട്ടുണ്ട് കൺവേർട്ടിങ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വീഡിയോയിൽ നമുക്ക് MP3 മാത്രം കൺവേർട്ട് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നമുക്ക് സേവ് ചെയ്യുന്ന ടൈമിൽ ചെയ്താൽ മതി. ഇപ്പം നമ്മളത് സേവ് ആയിട്ടുള്ള ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. കൺവേർട്ടായിട്ട് സേവ് ആയിട്ടുള്ള ഫയൽ ഇതാണ്. ഇത് നമുക്ക് .MP4 ഫോർമാറ്റിലാണ് ഇത് സേവ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഫയൽ നമുക്ക് നോക്കാം. ഇതായിരുന്നു നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതിന് മുൻപുണ്ടായിരുന്നത്. ഇതൊരു WMV എന്നുള്ള ഫോർമാറ്റാണ്. നമുക്കിവിടെ നോക്കി നോക്കാം. ഇതോ WMV എന്നുള്ള ഫോർമാറ്റിലായിരുന്നു ഈ ഫയൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ സൈസ് ഏകദേശം 25 MB ആയിരുന്നു. അപ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈസ് നോക്കാം നമുക്ക്. അത് MP4-ലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് ഇപ്പോൾ അതിൻ്റെ 19.2 MB ആണ്. അപ്പോൾ അതിൻ്റെ സൈസും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫോണിലോട്ട് മറ്റും കോപ്പി ചെയ്യാനൊക്കെ കുറച്ചുകൂടി ഈസി ആയിരിക്കും. നമുക്ക് ഈ വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. ഞാൻ VLC പ്ലെയറിൽ തന്നെ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്ലാരിറ്റി ഒട്ടും നഷ്ടപ്പെടാതെ തന്നെ നമ്മളിതിനെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് MP4-ലോട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.